നമസ്കാരം, വിനോദ് കുമാർ. ഇംഗ്ലീഷിൽ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കാണിക്കുന്ന ഓക്സിലിയറി വേർബാണ് മേ. ഷീ മേ കം ടുഡേ എന്ന് പറഞ്ഞാൽ അവൾ ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഇറ്റ് മേ റെയിൻ ടുഡേ, ഇന്ന് മഴ വരാനുള്ള സാധ്യതയുണ്ട്. ഐ മേ കോൾ മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഐ മേ റൈറ്റ് ദാറ്റ് എക്സാമിനേഷൻ, ഞാൻ ആ പരീക്ഷ എഴുതാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കാണിക്കുന്ന പദമാണ് മേ. ഇനി മേയുടെ കൂടെ പ്ലീസ് ചേർന്നാലോ അതൊരു റിക്വസ്റ്റ് ആയിട്ട് മാറും. മേ യു പ്ലീസ് ഹെൽപ്പ് മീ, മേ യു പ്ലീസ് ഓപ്പൺ ദാറ്റ് ഡോർ, മേ യു പ്ലീസ് കം വിത്ത് മീ ടു വാച്ച് മൂവി, മേ യു പ്ലീസ് കോൾ മീ ടു നൈറ്റ്, എന്നെ ഇന്ന് രാത്രി ഒന്ന് വിളിക്കാമോ, മേ യു പ്ലീസ് ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കാമോ, മേ യു പ്ലീസ് ഗിവ് മീ എ കപ്പ് ഓഫ് വാട്ടർ, ഒരു കപ്പ് വെള്ളം എനിക്ക് തരാമോ. അതേ രീതിയിൽ മറ്റൊരു ഓക്സിലിയറി വേർബാണ് മൈറ്റ്. മൈറ്റ് കാണിക്കുന്നത് സാധ്യത കുറവുണ്ട് എന്നുള്ളതിനെയാണ്. സാധ്യത കുറവാണ് എന്ന് പറയണമെങ്കിൽ നിങ്ങൾ മൈറ്റ് ഉപയോഗിക്കണം. ഷീ മൈറ്റ് കം ടുഡേ, അവൾ ഇന്ന് വരാനുള്ള സാധ്യത കുറവാണ്. സച്ചിൻ മൈറ്റ് ഹിറ്റ് സെഞ്ചുറി, സച്ചിൻ സെഞ്ചുറി അടിക്കാനുള്ള സാധ്യത കുറവാണ്. ഐ മൈറ്റ് ഹെൽപ്പ് മൈ ഫ്രണ്ട്, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ സഹായിക്കാനുള്ള സാധ്യത കുറവാണ്. മൈ ഫ്രണ്ട് മൈറ്റ് പാസ് ദി എക്സാമിനേഷൻ, എൻ്റെ ഫ്രണ്ട് പരീക്ഷ പാസ്സാകാനുള്ള സാധ്യത കുറവാണ്. സാധ്യതയുണ്ട് എന്നുള്ളതിനെ കാണിക്കാൻ മേയും സാധ്യത കുറവാണ് എന്നുള്ളതിനെ കാണിക്കാൻ മൈറ്റും ഉപയോഗിക്കുന്നു. താങ്ക് യു വെരി മച്ച്.